എൻ.സി.പി നേതാവ് തോമസ് കെ തോമസ് എം.എൽ.എ ഇന്ന് പാർട്ടി ദേശീയ അധ്യക്ഷൻ ശരത് പവാറുമായി മുംബൈയിൽ കൂടിക്കാഴ്ച നടത്തും. എൻ.സി.പി സംസ്ഥാന അധ്യക്ഷനാകുന്നതിന് മുന്നോടിയായാണ് കൂടിക്കാഴ്ച. ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്ത് പി.സി. ചാക്കോ തുടരുമോ എന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുന്നത്. വിനീഷ് ചേരുന്ന വിവരങ്ങളുമായി. വിനീഷ്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ പി.സി. ചാക്കോയുടെ സ്ഥാനം ഇനി എന്താകും? വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്ത് തുടരുമോ? മാറ്റങ്ങൾ എങ്ങനെ വരും? എന്നാൽ ഇന്ന് നടക്കുന്ന കൂടിക്കാഴ്ച വളരെ പ്രാധാന്യമല്ലേ? തീർച്ചയായിട്ടും തോമസ് കെ തോമസിന്റെ ഈ ഒരു കൂടിക്കാഴ്ച, ദേശീയ നേതൃത്വവുമായുള്ള കൂടിക്കാഴ്ച, പ്രത്യേകിച്ച് ശരത് പവാറുമായുള്ള കൂടിക്കാഴ്ച വലിയ രാഷ്ട്രീയ നിർണായക തീരുമാനങ്ങളിലേക്ക് കടക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എടുത്തു പറയേണ്ടതും അത്തരം കാര്യങ്ങൾ തന്നെയാണ്. പി.സി. ചാക്കോ എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ ദേശീയ വർക്കിംഗ് പ്രസിഡന്റായി തുടരുമെന്ന് ദേശീയ നേതൃത്വത്തെ നേരത്തെ തന്നെ അറിയിച്ചിരിക്കുന്ന ഒരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. എന്തായിരുന്നാലും കളത്തിന് പുറത്തേക്ക് ഇപ്പോൾ പി.സി. ചാക്ക എത്തി നിൽക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. പ്രത്യേകിച്ച് സംസ്ഥാന എൻ.സി.പി നേതൃത്വം ശശീന്ദ്രനും ഒപ്പം തന്നെ തോമസ് കെ തോമസും ഒരുമിച്ച് ഒരേ കളം പിടിച്ച് ഇപ്പോൾ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ തന്നെയാണ് പി.സി. ചാക്കോയ്ക്ക് കളമില്ലാത്ത സാഹചര്യത്തിലേക്ക് സംസ്ഥാന എൻ.സി.പി നേതൃത്വത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ഈ ഘട്ടത്തിൽ തന്നെയാണ് തോമസ് കെ തോമസ് ശരത് പവാറുമായി കൂടിക്കാഴ്ച നടത്തുന്നതും ദേശീയ എൻ.സി.പിയുടെ മറ്റ് ദേശീയ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. നേരത്തെ തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്ന്, ശശീന്ദ്രന് പകരം മന്ത്രിയാക്കണമെന്ന ആവശ്യവുമായി പല ഘട്ടങ്ങളിൽ പി.സി. ചാക്കോ രംഗത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ആ ഘട്ടങ്ങളെയെല്ലാം മറിച്ചിട്ടുകൊണ്ടാണ് പുതിയ രാഷ്ട്രീയ സമവാക്യം, പ്രത്യേകിച്ച് എൻ.സി.പിക്കുള്ളിൽ പുതിയ രാഷ്ട്രീയ സമവാക്യം ഉടലെടുത്തത് എന്നതാണ് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം. ആ ഒരു ഘട്ടത്തിൽ നിന്ന് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ പി.സി. ചാക്കോ പുറത്തേക്ക് പോയിരിക്കുന്നു. ദേശീയ നേതൃത്വവുമായി തോമസ് കെ തോമസ് കൂടിക്കാഴ്ച നടത്തുന്നു. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത്, ഈ പി.സി. ചാക്കോ രാജിവെക്കുന്ന സമയത്ത് തന്നെ എൻ.സി.പി ദേശീയ അധ്യക്ഷൻ ശരത് പവാറിനായി നിലവിലെ ശശീന്ദ്രൻ, സംസ്ഥാന വനംവകുപ്പ് മന്ത്രിയായ ശശീന്ദ്രൻ ഇടപെട്ടുകൊണ്ട് ഉടനെ തന്നെ തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്ത് എൻ.സി.പി ദേശീയ നേതൃത്വത്തിന് അയക്കുന്ന സാഹചര്യവുമുണ്ടായി. ഇതെല്ലാം നമുക്ക് നോക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, എൻ.സി.പിയിലെ രാഷ്ട്രീയം അങ്ങനെ കുഴഞ്ഞു മറിയുകയാണ്. സംസ്ഥാനത്ത് കുഴഞ്ഞു മറിയുന്ന സാഹചര്യത്തിലേക്ക് എത്തുന്നു. തോമസ് കെ തോമസിനെ സംസ്ഥാന അധ്യക്ഷനായി സംതൃപ്തിപ്പെടുത്താനുള്ള ഒരു ഘട്ടത്തിലേക്ക് ശശീന്ദ്രൻ നീങ്ങുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ തോമസ് കെ തോമസ് മന്ത്രി എന്ന വാദം ഉയർത്തി മുന്നോട്ട് എൻ.സി.പിക്കുള്ളിൽ വലിയ കലഹങ്ങൾ സൃഷ്ടിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തി. പക്ഷേ അതിനെല്ലാം പല ഘട്ടങ്ങളിലും എതിർപ്പുയർത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു. പ്രത്യേകിച്ച് എൻ.സി.പിയുടെ മന്ത്രിയെ മാറ്റാൻ സാധിക്കില്ല എന്ന ഒരു ഘടകകക്ഷിയുടെ പാർട്ടി നേതൃത്വത്തെ കൃത്യമായി തന്നെ മുഖ്യമന്ത്രി അറിയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിൽ നിന്നെല്ലാം തൽക്കാലം തോമസ് കെ തോമസിന് മന്ത്രിയാകാൻ ഒരു പിടിച്ചു നിൽക്കാൻ, അല്ലെങ്കിൽ മന്ത്രിയാകാൻ പോലും കഴിയില്ല എന്ന ഒരു തിരിച്ചറിവ് വന്നതോടുകൂടി തന്നെയാണ് ശശീന്ദ്രനൊപ്പം ചേർന്ന് പി.സി. ചാക്കയെ ചവിട്ടി പുറത്താക്കിയത് എന്നാണ് നമുക്ക് പറയാൻ കഴിയുക. അത്തരത്തിലുള്ള ഒരു നിലപാടിലേക്ക് കടന്നിരിക്കുന്നത്. എന്തായിരുന്നാലും ശരത് പവാറുമായുള്ള ഇന്നത്തെ കൂടിക്കാഴ്ച ഏറെ നിർണായകം തന്നെയാണ്. എൻ.സി.പി സംസ്ഥാന ഘടകത്തിനും ഏറെ നിർണായകം തന്നെയാണ്. പുതിയ സംസ്ഥാന അധ്യക്ഷനായി തോമസ് കെ തോമസിന് ഉടനെ തന്നെ ദേശീയ നേതൃത്വം പ്രഖ്യാപിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ തോമസ് കെ തോമസ് സംസ്ഥാന അധ്യക്ഷനായി മാറുന്നതോടൊപ്പം കൂടുതൽ സേഫിലേക്ക് എത്തുന്നത്, മന്ത്രിപദത്തിൽ ഇനിയൊരു വിള്ളൽ ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് ശശീന്ദ്രന്റെ കാര്യം തന്നെയാണ്. ശശീന്ദ്രൻ വളരെ സേഫ് സോണിലേക്ക് ഈ ഒരു നീക്കത്തിലൂടെ, ഒരു അണിയറ രാഷ്ട്രീയ നീക്കത്തിലൂടെ മുന്നോട്ട് പോയിരിക്കുന്നു. മന്ത്രിപദത്തിൽ ശശീന്ദ്രൻ ഉറച്ചു നിൽക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. എൻ.സി.പിയിലെ രാഷ്ട്രീയം കുഴഞ്ഞു മറിയുമ്പോഴും തോമസ് കെ തോമസിനെ സംസ്ഥാന അധ്യക്ഷനായിക്കൊണ്ട് തൻ്റെ വലം കൈയിലേക്ക് മന്ത്രിസ്ഥാനം നിലനിർത്താനുള്ള ഒരു ശ്രമം തന്നെയാണ് ശശീന്ദ്രൻ നടത്തുന്നതും എന്ന കാര്യത്തിൽ സംശയമില്ല. വീണ. ഓക്കെ, ശരി വിനീഷ്.